നിങ്ങൾ ആരെങ്കിലും ഇന്നലെ ബർണാബ്യൂവിൽ റയൽ മാഡ്രിഡ് തകർന്നു പോകുമെന്ന് കരുതിയിരുന്നോ? കുഞ്ഞാണി ബർണാബ്യൂ വരെ കരുതിയിട്ടില്ല റയൽ തോൽക്കുമെന്നുള്ളത്. കാരണം അമ്മാരി സംസാരമല്ലായിരുന്നോ ഫസ്റ്റ് ആദ്യപാദം കഴിഞ്ഞത് മുതൽ റയലിൻ്റെ മുന്നേറ്റ നിര താരങ്ങൾ ഓരെന്നെ ഓരോ സമയത്തും സ്റ്റാറ്റസിലൂടെയും മറ്റുമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ബർണാബ്യൂവിൽ തിരിച്ചടിക്കും, ഞങ്ങൾക്ക് 90 മിനിറ്റ് ബാക്കിയുണ്ട്, അവിടെ ഞങ്ങൾ തിരിച്ചു വന്ന ചരിത്രമുണ്ട് എന്നൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഓരെന്നെ പറയുമ്പോൾ പിന്നെ ഫാൻസിൻ്റെ കാര്യം പറയണം. പക്ഷേ എന്ത് സംഭവിച്ചു നമ്മളെ ഏഞ്ചലോട്ടിക്കും റയൽ മാഡ്രിഡിനും? എന്തെങ്കിലും ഒരു ചെറിയ രീതിയിലുള്ള ഒരു മുന്നേറ്റം അല്ലെങ്കിൽ കാണുന്ന ആളുകൾക്ക് ഒരു ചെറുതായിട്ടൊരു ഇൻട്രസ്റ്റഡ് തോന്നുന്ന ഒരു കാര്യം റയൽ കളത്തിൽ പറഞ്ഞ 90 മിനിറ്റിൻ്റെ ഉള്ളിൽ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത്രയും ആൾക്കാരെ ഉറക്കെങ്കിലും നഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു കരുതാം. ഇതൊന്നും നടന്നിട്ടില്ല. ബർണാബ്യൂവിൽ തിരിച്ചുവരവിൽ പോട്ടെ, ഇതൊന്നും നടന്നില്ല എന്ന് മാത്രമല്ല, ബർണാബ്യൂവിൽ തിരിച്ചു വന്നിട്ടില്ലെങ്കിലും പ്രശ്നമല്ല, ഇനിയിപ്പോൾ ഒരു സമനിലയാണെങ്കിലും പ്രശ്നമല്ല, അവിടെയും തോറ്റിക്കണി, അതപ്പോൾ വലിയ വിഷയമായത്. എവിടെയും റയൽ ജയിച്ച ആൾറെഡി എന്തൊക്കെ തകരാറുണ്ട് റയലിന്. പരിശീലകൻ്റെ എഞ്ചലോട്ടിയുടെ സ്ഥാനമൊക്കെ അപ്ഡേഷനുകളൊക്കെ വരുന്നുണ്ട്. ഈ അടുത്ത് ബാഴ്സയുമായിട്ടുള്ള മത്സരം തോറ്റാൽ പോകും, അല്ലെങ്കിൽ അതിൻ്റെ മുന്നേ തന്നെ അദ്ദേഹത്തെ പുറത്താക്കും, ക്ലോപ്പുമായിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്, കുറേ അപ്ഡേഷനുകൾ വരുന്നുണ്ട്. എന്നാലും ഇപ്പോൾ മാത്രമല്ല, ഒരു ഗോളിന് ബർണാബ്യൂവിൽ തിരിച്ചു വന്നിട്ടില്ലെങ്കിലും ജയിച്ചില്ലല്ലോ, തോറ്റല്ലോ. അതാണ് ഇപ്പോൾ, അവിടെയാണ് ഇപ്പോൾ സംശയം. റയലിന് ഇതെന്ത് പറ്റി? എംബാപ്പയ്ക്കും വിനീഷ്യസും റോഡ്രിഗൊക്കെ എവിടെ? സ്വന്തം ഹോം ഗ്രൗണ്ടിലും വന്നെങ്ങാണ്ട് ഗണ്ണേഴ്സ് അടിച്ച് തകർത്ത് പോയി എന്നുള്ളതാണ്